إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير الذي جعل الأسرة نعمة تصام ومودة تستدام وركيزة تبنى عليها الأوطان ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കണമെന്ന്, അങ്ങനെ അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി സർവോപരി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ്. പിന്നെയും ഒരു ജുമാ ദിവസം അള്ളാഹുവിൻ്റെ മഹത്തായ ഫضലുകൊണ്ട് നമുക്ക് വന്നു കിട്ടിയിരിക്കുന്നു. അതിൻ്റെ എല്ലാ ഖൈറും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, പുതിയൊരു കൂട്ടരെ സൃഷ്ടിക്കാൻ പോകുന്നു. അതിനെ പരിചയപ്പെടുത്തിയത് മനുഷ്യൻ ഇൻസാൻ എന്നല്ല, ഖലീഫ എന്നാണ്. അതിൻ്റെ വലിയ ആശയങ്ങളുണ്ട്. ഭാഷാർത്ഥത്തിൽ തലമുറകളായി പെരുകി വരുന്ന വിഭാഗം എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ മനുഷ്യൻ ഒറ്റയല്ല, ഒരുമിച്ചാണ്. ഒരു സാമൂഹിക ജീവിയാണ്. അത് തലമുറകൾ, വംശപരമ്പരകൾ, സന്താനങ്ങൾ പെരുകുന്നു എന്നത് മാത്രമല്ല, തലമുറകൾ തമ്മിലുള്ള ബന്ധം വല്ലാത്ത ഒരു വികാരമായി, ഒരു വ്യക്തിബന്ധങ്ങൾ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ നിലനിൽപ്പിൻ്റെ ആധാരമായി, അടിവേരായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു പ്രകൃതത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവനൊറ്റയല്ല. കുടുംബം എന്നത് പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു പേരോ പ്രയോഗമോ അല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെയും ഉന്നതമായ ആശയങ്ങളോട് കൂടിയാണ് കുടുംബത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി, അതിലെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. മാനുഷവംശത്തിൻ്റെ തൊട്ടിലും തറവാടുമായി കുടുംബത്തെ നമുക്ക് കാണാം. അത് തലമുറകളുടെ താവളമാണ്, തറവാടാണ്. മനുഷ്യർ മുഴുവൻ, ഇക്കാണുന്ന കോടാനകോടി എണ്ണിയാൽ തീരാത്ത, കഴിഞ്ഞു പോയവരും ഇപ്പോഴുള്ളവരും വരാനുള്ളവരുമൊക്കെ കുടുംബത്തിൻ്റെ വ്യത്യസ്ത കണ്ണികളാണ്. സന്തോഷവും സമാധാനവും സുരക്ഷിത ബോധവും ഒക്കെ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ബന്ധപ്പെട്ടതുമായ ഇടം. അവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ വളരെ പാവനമായ സ്ഥാനമാണ് കുടുംബത്തിന്, കുടുംബബന്ധത്തിന് നൽകിയിട്ടുള്ളത്. സിലത്തുർ റഹ്ം ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അള്ളാഹു സൃഷ്ടികർമ്മം നിർവഹിച്ചു. അപ്പോൾ
ഗർഭാശയം, ഗർഭപാത്രം, അത് പറയുകയാണ് ഖുദ്സിയായ ഹദീസിൽ, പ്രാർത്ഥിക്കാനുള്ള ഇടമല്ലേ ഇത്? അള്ളാഹുവിൻ്റെ അർശ് സിംഹാസനത്തിൻ്റെ അടുത്ത്. അതെ. അപ്പോൾ എന്നെ കൈയൊഴിക്കുന്നവരിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹു പറഞ്ഞു ഗർഭാശയത്തിനോട്. അതിന് ഖുർആനിൻ്റെ ഭാഷയിൽ റഹീം എന്നാണ് പേര്. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് റഹീം എന്നത്. കുടുംബ ബന്ധത്തിന് റഹീം എന്ന പ്രയോഗമുണ്ട്. ആ ഗർഭാശയം എല്ലാ പുരുഷാരത്തെയും അതിന് പിറവി നൽകിയിട്ടുള്ള മാതാവിൻ്റെ ഗർഭാശയം അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുകയാണ്, എന്നെ വിട്ടുകളയുന്ന, എന്നെ മറന്നു കളയുന്നവരിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹു പറഞ്ഞു, നിന്നെ അകറ്റിയവരെ ഞാനും അകറ്റും, നിന്നെ ചേർത്തവരെ ഞാൻ എന്നിലേക്ക് ചേർക്കും. പോരെ നിനക്ക്? അപ്പോൾ ഗർഭാശയം പറഞ്ഞു, അതെ, എനിക്കത് മതി. അപ്പോൾ വലിയ വലിയ സ്ഥാനമാണ്. അതിൻ്റെ പേരിൽ പോലും വല്ലാത്ത ആഴമുള്ള പൊരുളുകൾ അടങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പേരിൻ്റെ ഒരംശമായി ഞാൻ കുടുംബത്തെ, അഥവാ കുടുംബങ്ങൾ പിറക്കുന്ന ഗർഭാശയത്തിന് പേര് നൽകിയിരിക്കുന്നു. റഹ്മാൻ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നും റഹീം എന്നുള്ള പേര് മുറിച്ചെടുത്തിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം പറയാൻ ഒരുപാട് സമയം വേണം. പ്രവാചകന്മാർ മുഴുവൻ കുടുംബം പുലർത്തിയവരും കുടുംബ ബന്ധങ്ങളെ മാനിച്ചവരും സന്താന ഭാഗ്യത്തിന് വേണ്ടിയും നല്ല മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചവരുമാണ്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ. ഇണകളും മക്കളുമായിട്ടാണ് എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട് ഖുർആനിൽ. ആലു ഇമ്രാൻ, ആലു യാക്കൂബ്, ബനു ഇസ്രായേൽ, ആല് ദാവൂദ് വൈ സുലൈമാൻ, ഒരുപാട് കുടുംബങ്ങളെ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് പ്രവാചകന്മാരുടെ പരമ്പരകൾ എടുത്തു പറഞ്ഞിട്ട് ഉലൈക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹും യഖ്തദി, ഇപ്പറഞ്ഞവർ അള്ളാഹു അവർക്കാണ് ഹിദായത്ത് നൽകിയത്, നേരായ മാർഗം അള്ളാഹുവിൻ്റെ ഹിദായത്ത് നൽകിയിട്ടുള്ളത്. അവരുടെ മാതൃക പിൻപറ്റി നീ മോക്ഷം തേടണം, ജീവിതത്തിൽ അത് സ്വീകരിക്കണം എന്ന് പ്രവാചകരോട് കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ സായിലുൻ കുല്ല റായിൻ അമ്മസ്തർആഹു. ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കും ഏൽപ്പിച്ച കാര്യങ്ങളെപ്പറ്റി, എന്തു ചെയ്തു എന്ന്. അഹ്ഫിള അം ലയ്യ, ഉത്തരവാദിത്തമായി ഏൽപ്പിച്ച സംഗതികൾ അത് പാഴാക്കി കളഞ്ഞോ, അശ്രദ്ധമാക്കിയോ, അതെല്ലാം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന്. ഹത്താ യസ്അല റജുല അൻ അഹ്ലി ബൈതിഹി, എത്രത്തോളം എന്നാൽ ഓരോ പുരുഷനോടും ചോദിക്കും തൻ്റെ കുടുംബത്തെക്കുറിച്ച്, തൻ്റെ വീട്ടുകാരെ പറ്റി. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നമ്മൾ പഠിച്ചതാണ്. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവിടെ ഉത്തരം നൽകേണ്ടി വരും, അല്ലാതിരുന്നാൽ തോറ്റുപോകും. അപ്പോൾ കുടുംബം എന്നത് വലിയ വിഷയമാണ്. അതിൻ്റെ പ്രാധാന്യം കേട്ടുമടുത്തൊരു വാക്കോ പ്രയോഗമോ ആയതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അതിലടങ്ങിയിട്ടുള്ള പുണ്യവും ഇല്ലാതെയാവുന്നില്ല. എന്നും കുടുംബത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും കുടുംബത്തിലൂടെയുള്ള നന്മകൾ നേടിയെടുക്കാനുള്ള ഉത്സാഹവും അതിനുള്ള സൂക്ഷ്മതയും എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് സംഗതികൾ പറയുന്ന കൂട്ടത്തിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പറഞ്ഞു തരുന്നുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന, സന്താന ഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അവിടെ ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, പ്രായമേറെ ചെന്നു അള്ളാഹുവിൻ്റെ പ്രവാചകർ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നല്ല സന്താനങ്ങളെ നൽകണമേ, നല്ല മക്കളെ നൽകണമേ. സന്താന ഭാഗ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, അവൻ്റെ ഫضലാണ്.
എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അത് നൽകുമാറാവട്ടെ. അതോടൊപ്പം നല്ലവരിൽ നല്ലവരായ അള്ളാഹു വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള സത്യവിശ്വാസികളിൽ ഏറ്റവും ഉത്തമരായവരുടെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥന റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിലൂടെ, ഞങ്ങളുടെ മക്കളിലൂടെ കണ്ണിന് കുളിർമയുള്ള, നന്മകൾക്ക് മാതൃകയുള്ള നല്ലവരെ മാത്രം നീ നൽകണമേ എന്ന പ്രാർത്ഥന. ഇണകൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടര് മാത്രമല്ല, ഭർത്താവും ഭാര്യയും ഒക്കെയാണ്, എല്ലാവരുമാണ്, കുടുംബത്തിലെല്ലാവരുമാണ്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണത്. കണ്ണിന് കുളിർമയും നന്മകൾക്ക് മാതൃകയും ഉണ്ടാവണമെന്ന്. അപ്പോൾ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഉറവ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഇടമാണ് വീട്, കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന. അവിടെ മുതിർന്നവർ, ഉപ്പമാരും ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഒക്കെ, അതോടൊപ്പം മക്കളും ചെറിയ മക്കളും എല്ലാം, പൈതങ്ങളും എല്ലാം കൂടിച്ചേരുമ്പോഴുള്ള ആ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ, വാത്സല്യത്തിൻ്റെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ കുടുംബാന്തരീക്ഷം, അതിൽ നിന്നാണ് നന്മയുടെ സന്ദേശങ്ങളും നന്മയുടെ വികാരവും പുറത്തേക്ക് വരുന്നത്. നാട്ടിലേക്ക്, സമൂഹത്തിലേക്ക്, രാജ്യത്ത് എവിടെയും വ്യാപിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഒരു അടിത്തറയിലാണ്, ഇങ്ങനെയുള്ളൊരു വികാരത്തിലും ഒരു ബോധത്തിലുമാണ് മനുഷ്യന്റെ പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അത് നിലനിൽക്കണം എന്നുള്ള സന്ദേശമാണ് പറയുന്നത്. ഓരോ വിശേഷങ്ങൾ നമ്മൾ സാധാരണ ദിവസങ്ങൾ ഓരോന്ന് കടന്നു പോകുള്ളൂ. പ്രത്യേക ദിനങ്ങളുണ്ട് പലതും ആചരിക്കാൻ, പ്രത്യേക വാരങ്ങളുണ്ട്, നമ്മൾക്ക് പ്രത്യേക വർഷങ്ങളൊക്കെയുണ്ട്. ഈ UAE എന്ന ഈ നാട് അടുത്ത വർഷം 2026 കുടുംബ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു രാഷ്ട്രപിതാവ്. കുടുംബ വർഷമായി ആചരിക്കുകയാണ്. എന്താണ് അവിടെ ആചരിക്കാനുള്ളത്? എന്താണ് അതിനു മാത്രം ഉള്ളത്? കുടുംബം എന്ന പ്രയോഗത്തിലും പേരിലും വലിയ സന്ദേശമായി പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്ന, മനുഷ്യന്റെ നന്മയുടെ ഉറവിടമായി, മനുഷ്യന് വളരെ വളരെ കുഞ്ഞുനാളിൽ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അവരിൽ കുത്തിവെക്കേണ്ടുന്ന, അവർക്ക് ഉപ്പും ചോറും കൊടുക്കുകയും ഉടുപ്പുകളും കളിക്കോപ്പുകളും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് ശരീരത്തോടൊപ്പം അവരുടെ മനസ്സും അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തകളും വളരേണ്ടതുണ്ട്. അതിൽ ആദിപാഠങ്ങളായി നന്മയുടെ മൂല്യങ്ങൾ അവർക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. അതിന് ഇസ്ലാമിൻ്റെതായ സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന മാതൃകയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് സാധ്യമാവുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് അത്ര വലിയ പ്രാധാന്യമാണ്. ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക്, ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക്, ലോകത്തിന് മുഴുവനും എല്ലാ നന്മകളെയും പ്രതീക്ഷിക്കാൻ ഇട നൽകുന്ന രീതിയിലുള്ള ഒരു ജീവിത സംസ്കാരം ഓരോ കുടുംബങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്ന കുഞ്ഞുമക്കളിലൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് കുടുംബത്തിൻ്റെ അടിത്തറ, കുടുംബത്തിൻ്റെ കെട്ടുറപ്പും സമൂഹത്തിൻ്റെ സംവിധാനവും ഇസ്ലാമികമായ അന്തരീക്ഷത്തിലും സംസ്കാരത്തിലും ആവേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നു. ഭൗതികമായ വിഭവങ്ങൾ ഒരുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ആത്മീയമായ, സാംസ്കാരികമായ, വൈജ്ഞാനികമായ രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും അപ്പോൾ മക്കൾക്ക് കൊടുത്തിരിക്കണം. അതിന് മാതൃക കാണിക്കണം, അതിൽ ശ്രദ്ധയുണ്ടാവണം. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായ, അതിപ്രധാനമായ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താതെ വിജയിക്കുന്ന, ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇബാദല്ലാഹ് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ധർമ്മനിഷ്ഠയുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിച്ചു പ്രാവർത്തികമാക്കുന്ന
അവൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. കുടുംബം തുടങ്ങുന്നത് വിവാഹ ജീവിതത്തിലൂടെയാണ്. വിവാഹം വേണ്ട, അങ്ങനെ ഒരിക്കലും ഇട്ടുപോവാനോ സ്വതന്ത്രമാവാനോ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊന്നും വേണ്ട എന്ന കാഴ്ചപ്പാടുമായിട്ടാണ് പുതിയ തലമുറകൾ വരുന്നത്. ആ രീതിയിൽ അവരെ സ്വാധീനിക്കുന്ന ധർമ്മനിഷ്ഠയിൽ നിന്ന്, കടമകളിൽ നിന്ന്, കടപ്പാടുകളിൽ നിന്ന്, വിനയത്തിൽ നിന്ന്, അനുസരണത്തിൽ നിന്ന്, അച്ചടക്കത്തിൽ നിന്നൊക്കെ തെറ്റിച്ചു കളയുന്ന രീതിയിലുള്ള ചിന്തകൾ പലതും കടന്നു വരികയാണ്, വ്യാപകമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുടുംബബന്ധത്തിൻ്റെ പവിത്രതയും അതിൻ്റെ ഭദ്രതയും പ്രത്യേകം ഓർക്കേണ്ടതാണ്. അക്കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. കുടുംബം ആരംഭിക്കുന്നത് വിവാഹബന്ധത്തിലൂടെ. അതിനെക്കുറിച്ച്, നിക്കാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മീസാഖുൻ ഗലീദ് എന്നാണ്. അതിശക്തമായ ഒരു കരാർ, പൊട്ടിപ്പോവാത്ത, പൊട്ടിക്കാൻ സാധ്യമല്ലാത്ത, മറന്നു കളയാനോ മാറി നിൽക്കാനോ പറ്റാത്ത ഒരു ബാധ്യതയുടെ, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഒരു കരാറാണ് വിവാഹ ജീവിതത്തിൽ നിക്കാഹിലൂടെ ആരംഭിക്കുന്നത്. ആ മീസാക്കിനെ കുറിച്ച് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അവരിലൂടെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സാധ്യമാകുന്ന, സംജാതമാകുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങളുടെ പരിലാളനയിൽ, അവരുടെ പരിശീലനത്തിൽ, അവരെ പഠിപ്പിക്കുന്നതിൽ, അവരെ വളർത്തിയെടുക്കുന്നതിലൊക്കെ ഈ മീസാഖുൻ ഗലീദിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഉത്തരവാദിത്തം, ആ കരാർ ഞാൻ ലംഘിച്ചു പോയോ ഇല്ലേ എന്നുള്ള ഒരു ബേജാറിൻ്റെ ചിന്ത ഓരോ പിതാവിനും മാതാവിനും ഉണ്ടാവണം. അത് നിക്കാഹിന്റെ വേളയിൽ മാത്രം പറഞ്ഞവസാനിക്കുന്ന സംഗതിയല്ല. ജീവിതകാലം മുഴുവൻ ഉണ്ടാവേണ്ടുന്ന, തീർത്താൽ തീരാത്ത ബാധ്യതയുടെ ആശയമാണ് മീസാഖുൻ ഗലീദ് എന്നത്. മക്കളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അറിവും അങ്ങനെയുള്ളൊരു വികാരവും പകർന്നു നൽകേണ്ടതുണ്ട്. കുടുംബത്തിന്, നാട്ടിന്, നാട്ടുകാർക്ക് മുതിർന്നവരായി, ഗുരുനാഥന്മാരും രക്ഷിതാക്കളും ഒക്കെയായി മുന്നിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അവരോടൊക്കെയുള്ള ആദരവിൻ്റെ, അവർക്ക് പകരം കൊടുക്കേണ്ടുന്ന നന്ദിയുടെ, കടപ്പാടിൻ്റെ ബാധ്യതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം ഭൂമിയിൽ ഈ കുടുംബ സംവിധാനം, ആ ഒരു പ്രകൃതത്തിലുള്ള മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചയച്ചതാണ്. ഇവിടെ ജീവിതകാര്യങ്ങൾ മുഴുവൻ ഒരു മുടക്കവും ഒരു തടസ്സവുമില്ലാതെ എല്ലാം നടന്നു പോകുന്നത്. അതിനു പറ്റിയൊരു സംവിധാനമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ആ മഹത്തായ അനുഗ്രഹത്തിൻ്റെ, അങ്ങനെയുള്ള ഒരു ഹൈറ ഉമ്മത്തിൻ്റെ ഒരു അംഗമായി പിറക്കാനും വളരാനും തൻ്റേതായ സാധ്യതകൾ, തൻ്റേതായ സംഭാവനകൾ നൽകാനുമൊക്കെയുള്ള ആ തയ്യാറെടുപ്പ് ഓരോ വ്യക്തിയിലും ഉണ്ടാവേണ്ടത്. അതിൽ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല. വളർന്നു വരുന്ന മക്കളിൽ അതിനെക്കുറിച്ചുള്ള ബോധം പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള മാതൃക മുതിർന്നവരിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന, ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബം എന്ന വികാരം, കുടുംബം എന്ന ബോധം, അത് പാവനമാവാൻ, അത് പുണ്യങ്ങൾ കൊണ്ട് നിറക്കാൻ സാധിക്കണം. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പൊറുത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, വിചാരണയുടെ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്ന, വിജയിക്കുന്ന, പുണ്യം നേടുന്നവരാവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കുടുംബത്തിൽ എപ്പോഴും മാതൃകയുള്ള വലിൽ മുത്തഖിന ഇമാമ എന്ന പ്രാർത്ഥനയുടെ തേട്ടത്തിൻ്റെ അർത്ഥം പോലെ നന്മകൾക്ക് മാതൃകയുള്ള ജീവിതം നയിക്കാൻ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും എല്ലാം റഹ്മാനായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب، اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار،
اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم احفظ دولة الإمارات بحفظك وتولها برعايتك يا رب العالمين. اللهم احفظ بحفظك شيوخ الإمارات ورئيس الدولة، وادم عليه لباس السداد والحكمة، ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك يا رب العالمين، واشمل شهداء الوطن برحمتك وغفرانك يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم يا واسع الرحمة ويا عظيم المنة اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. اللهم إنا نستغفرك إنك كنت غفارا فأرسل السماء علينا مدرارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.